ബാലേന്ദ്ര ഷാ ആരാണിതെന്ന് തോന്നിയേക്കാം. നേപ്പാളിലെ അടുത്ത മുഹമ്മദ് യൂനിസാണ് ഈ ബാലേന്ദ്ര ഷാ എന്ന് പറയുന്ന വ്യക്തി. അമേരിക്കയുടെ നല്ലൊരു പപ്പറ്റ് മകനാണ് ഈ ബാലേന്ദ്ര ഷാ എന്നുകൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇയാൾ ഒരു റാപ്പറായിരുന്നു. അതിനുശേഷം ഇയാൾ പൊളിറ്റിക്സിലേക്കൊക്കെ ഇറങ്ങിയതാണ്. ഇയാൾക്ക് ചില അന്താരാഷ്ട്ര അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണ്, അമേരിക്കയ്ക്ക് ആരെയെങ്കിലുമൊക്കെ ഒരു ബാക്കപ്പിൽ വയ്ക്കണമെങ്കിൽ അവർക്ക് അന്താരാഷ്ട്ര സമ്മാനങ്ങളൊക്കെ കൊടുത്തു നിർത്തും. നോബൽ സമ്മാനം കൊടുത്തു നിർത്തും, മറ്റു പല അവാർഡുകളും കൊടുത്തു നിർത്തും. അങ്ങനെ കൊടുത്തു നിർത്തിയ ശേഷം ആ രാജ്യത്ത് എന്തെങ്കിലും ഒരു അസ്ഥിരത ഉണ്ടാക്കി ഇവരെ അധികാരത്തിലെത്തി എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ നോബൽ പ്രൈസ് വാങ്ങിച്ച ധാരാളം ആൾക്കാരുണ്ട്. അവരൊക്കെ നിരന്തരം നമ്മുടെ രാജ്യത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു സ്ത്രീയാണ് അരുന്ധതി റോയ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അവരുടെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കാത്തതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 13-നും 28-നും ഇടയിൽ പ്രായമുള്ള യുവ വിപ്ലവകാരികളായിട്ടുള്ള ജനറേഷൻ ഇസഡ്, അതായത് ജെൻ സി, പ്രധാനമന്ത്രി ഒലിയെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും പിരിച്ചുവിട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായമാണ് ആരംഭിച്ചിരിക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ഒലി രാജ്യം വിട്ടു, എന്നാൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചവരിൽ 22 പേർ മരിച്ചു, 300-ലധികം പേർക്ക് പരിക്കേറ്റു. പ്രധാനമന്ത്രി ആരാകുമെന്നതിനെക്കുറിച്ചൊരു ചർച്ച നടക്കുമ്പോൾ അപ്പോഴാണ് ജെൻ സിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ബാലേന്ദ്ര ഷാ, അവധി തന്നെ ബാലേന്ദ്ര ഷായെ തിരഞ്ഞെടുക്കുന്നത്. ഈ ബാലേന്ദ്ര ഷാ എന്ന് പറയുന്നത് ജെൻ സിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബാലൻ എന്നറിയപ്പെടുന്ന ബാലേന്ദ്ര ഷാ കാഠ്മണ്ഡുവിൻ്റെ 15ാമത്തെ പ്രധാനമന്ത്രിയായിട്ടാണ് അവരോധിതനാകാൻ പോകുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ള വ്യക്തിയാണ്. നല്ലൊരു സംഗീതജ്ഞൻ കൂടെയാണ് ഇയാൾ എന്നും റിപ്പോർട്ടുകളുണ്ട്. 2022 കാഠ്മണ്ഡു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇയാൾ നിന്നത്. അങ്ങനെ ഇയാൾ അവിടെ വിജയിക്കുകയും ചെയ്തു. മേയറായിരുന്ന കാലത്ത് കാഠ്മണ്ഡു നഗരത്തിന് ഒരു പുതിയ മുഖം നൽകി എന്ന് പറയുന്നത് പുതിയ മുഖം നൽകി എന്ന് പറയുന്നത് ചിലപ്പോൾ ന്യായമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ട്. റോഡുകൾ വൃത്തിയാക്കി, നടപ്പാതകൾ മനോഹരമാക്കി, മുനിസിപ്പാലിറ്റി നടത്തുന്ന സ്കൂളുകളുടെ കെട്ടിടങ്ങൾ മെച്ചപ്പെടുത്തി, മികച്ച അധ്യാപകരെ നിയമിച്ചുകൊണ്ട് വിദ്യാഭ്യാസ നിലവാരം ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോയി. സ്വകാര്യ സ്കൂളുകളിൽ കർശനമായ ശ്രദ്ധ പുലർത്തുന്ന ഇയാളുടെ ഏറ്റവും വലിയ ശക്തി ഇയാളുടെ ശുദ്ധമായ പ്രതിച്ഛായയും അഴിമതിയോടുള്ള സീറോ ടോളറൻസുമാണ് എന്നാണ് അവിടെയുള്ള ജെൻ സി പിള്ളേർ വിശ്വസിക്കുന്നത്. 2023 ടൈം മാഗസീനിൽ ആ വർഷത്തെ മികച്ച 100 വളർന്നു വരുന്ന നേതാക്കളിൽ ഒരാളായി ഇയാളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ടൈം മാഗസീനിലൊക്കെ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ അത്രയും വലിയ സ്വാധീനം വേണമെന്നുള്ളതാണ്. കഴിവൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഇതൊക്കെ അജണ്ടയുടെ മുകളിൽ പ്രവർത്തിക്കുന്ന മാഗസീനും പത്രങ്ങളൊക്കെയാണ്. നേപ്പാളിനോടും ഇയാൾ ചെയ്ത പ്രവർത്തനങ്ങളോടും ബാലേന്ദ്ര ഷായുടെ പ്രതിബദ്ധതയെ ന്യൂയോർക്ക് ടൈംസും പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എന്തായാലും ഇനി ബാലേന്ദ്ര ഷായാണ് അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബാലേന്ദ്ര ഷാ അതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല പുതിയ പ്രസ്താവനകളും ബാലേന്ദ്ര ഷാ അവിടെ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേപ്പാളിലെ സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യത്തിൽ സൈന്യവുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ബാലേന്ദ്ര ഷാ ഇപ്പോൾ അവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സൈന്യം പറയുന്നത് ഇപ്പോൾ ഒലി അവിടെ നിന്നും വിട്ടുപോയ സാഹചര്യത്തിൽ സൈന്യം ഭരണം ഏറ്റെടുക്കും. പക്ഷേ സൈന്യം ഭരണം ഏറ്റെടുക്കേണ്ട, ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നാണ് ബാലേന്ദ്ര ഷാ ഇപ്പോൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.